ഹേ ഗായ്സ്, ഞാനിന്നൊരു 11 കൊല്ലം ബാക്കിലോട്ട് ടൈം ട്രാവൽ ചെയ്യാൻ പോണേ. അതെ ഗായ്സ്, ഒരു 11 കൊല്ലം ബാക്കിലോട്ട്. ഞാൻ മാത്രമല്ല, ഈ നിൽക്കണ എല്ലാവരും ഒരു 11 കൊല്ലം ബാക്കിലോട്ട് ഇന്ന് ടൈം ട്രാവൽ ചെയ്യാൻ പോണേ. അതെ ഗായ്സ്, അതെ, നമ്മളും ഇൻട്രസ്റ്റെല്ലാർ കാണാൻ വേണ്ടി വന്നേക്കണേണ്ട. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് ടോറൻറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റെല്ലാർ ആദ്യമായിട്ട് കാണുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം വരുന്നു. കാരണം ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെ ടൈറ്റിൽ കാർഡ് കാണിച്ചപ്പോൾ തൊട്ട് എനിക്ക് കിട്ടിയ ഒരു ഗൂസ് ബംസ് ഉണ്ട്. അത് എൻ കാർഡ് വരെ ഉണ്ടായിരുന്നു കൈ. സിനിമയിലെ ഓരോ സീൻ കാണുമ്പോഴും നമുക്കൊരു പ്രത്യേക, ഞാൻ എന്തോ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് ഈ ഫിലിം തിയേറ്ററിൽ കണ്ടപ്പോൾ. ഐമാക്സിൽ കാണണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ നമുക്ക് ഐമാക്സിൽ ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് ഏറ്റവും വലിയ സ്ക്രീനായ PXL തന്നെ ടിക്കറ്റ് ബുക്ക്. പക്ഷേ ഐമാക്സിലെ പോലെ ആസ്പെക്ട് റേഷ്യോ സ്വിച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റേഷ്യോ ആയിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു കൈ. പണ്ട് ഈ സിനിമ ടോറൻറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കണ്ടപ്പോൾ ഇനി എന്തെങ്കിലും ഇത് റിലീസ് ചെയ്യാനാണെങ്കിൽ അത് തിയേറ്ററിൽ പോയി കാണണം എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായി. എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. ടിക്കറ്റ് ബുക്ക് മൈ ഷോയിൽ വന്ന ദിവസം തന്നെ ഐമാക്സ് എല്ലാം ഫുള്ളായി. പിന്നുള്ളൊരു ഓപ്ഷൻ നോർമൽ തിയേറ്ററിൽ കാണുക എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ബെസ്റ്റ് തിയേറ്ററായ PXL സ്ക്രീൻ തന്നെ നമ്മൾ ചൂസ് ചെയ്തു. തിയേറ്ററിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് ആയാലും ഓരോ സീൻ ബൈ സീൻ അടിപൊളിയായിരുന്നു. നമുക്ക് ഗൂസ് ബംസ് ആയിരുന്നു. ഈ സിനിമ കാണാത്തവർ കുറവായിരിക്കും. ഇൻ കേസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളിത് ഈ ചാൻസ് മിസ് ചെയ്യരുത്. എന്തായാലും അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ കാണും. അതും പറ്റുമെങ്കിൽ തന്നെ ഐമാക്സിൽ തന്നെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങളുടെ കൂടെ ഉണ്ടായ എല്ലാവരും ആദ്യമായിട്ട് സിനിമ കാണുന്ന പോലെ ഉണ്ട് ഇൻട്രസ്റ്റെല്ലാർ എക്സ്പീരിയൻസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഫിലിം കഴിഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കണമായിരുന്നു. നമ്മൾ ഈ സിനിമ കാണാൻ പോയത് ഫോറം മോളിലെ PXL സ്ക്രീനിലാണ്. സിനിമ കഴിഞ്ഞപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ടായി സമയം. അങ്ങനെ സിനിമ കഴിഞ്ഞിട്ട് സിനിമനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമായിരുന്നുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.